ജിൻഡോ ജോൺ ഇപ്പോൾ പുറത്തെ വെളിപ്പെടുത്തലുകളിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ പോവുകയാണ്. അതിനൊരു സംഘത്തെ 7 സംഘത്തെ തന്നെ രൂപീകരിച്ചല്ലോ. അപ്പോൾ അതൊരു വഴിക്ക് നടക്കുന്നു. ബാക്കി കാര്യങ്ങൾ 10-ാം തീയതി മുഴുവൻ റിപ്പോർട്ടും കോടതിയിലേക്ക് സമർപ്പിക്കാനും ഇരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ അതിന്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. സ്മൃതി, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷവും കേരളത്തിലെ പൊതുസമൂഹവും ഈ ദിവസങ്ങളിലൊക്കെ ആവശ്യപ്പെട്ട കാര്യത്തിൽ ഒരു ഭാഗം സർക്കാർ അംഗീകരിച്ചതിന് തുല്യമാണ്. സർക്കാർ അതിന്റെ മുമ്പിൽ വഴങ്ങേണ്ടി വന്നു. അതായത് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ പേരിൽ അന്വേഷണത്തിന് സംഘത്തെ ഏർപ്പെടുത്തുന്നു. ഇതേ ആവശ്യം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലും പ്രതിപക്ഷവും പൊതുസമൂഹവും ആവശ്യപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് സർക്കാർ ചെയ്യാത്തത് എന്നാണ് നമ്മൾക്ക് ആർക്കും മനസ്സിലാകാത്തത്. ഇവര് വർഷങ്ങൾക്ക് മുമ്പ് തട്ടിപ്പ് കേസിലെ പ്രതിയായ സരിതയുടെ വീട്ടിൽ പോയി അവരെ പോയി കണ്ട്, ജയിലിൽ പോയി കണ്ടൊക്കെ അവരുടെ അപേക്ഷ മേടിച്ച് പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ 4-1 ആവേശമില്ലല്ലോ. കേരളത്തിലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ ആക്ഷേപം, അവരുടെ പരാതിയിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് ഇല്ല എന്നാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ 4.5 വർഷക്കാലമായിട്ട് റിപ്പോർട്ട് വായിച്ചില്ലെന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബാലൻ സഖാവ് അടക്കമുള്ള ആളുകൾ ഇവരൊക്കെ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ നമ്മളോട് ചർച്ചയിൽ പങ്കെടുക്കുന്ന വക്കീൽ അഡ്വക്കേറ്റ് പറയുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ രഞ്ജിത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ച വന്നപ്പോൾ, ഇത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അവരെയെല്ലാം എൻഡോഴ്സ് ചെയ്യുകയും പരാതിക്കാരായിട്ടുള്ള അതിജീവിതമാരായിട്ടുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന മന്ത്രി സജി ചെറിയാൻ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു അന്വേഷണം നടന്നാൽ യാതൊരുവിധ നീതിയും ന്യായവും ഈ പെൺകുട്ടികൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം സുവ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് മാറി നിന്നിട്ട് വേണം അന്വേഷണം നടത്താൻ എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. മാത്രമല്ല, ഇവിടെ സിദ്ദിഖ് എന്ന് പറഞ്ഞ നടനെതിരെ നടപടിയെടുക്കണം, കേസെടുക്കണം, പോക്സോ അട്രാക്ട് ചെയ്യുന്ന വകുപ്പായതുകൊണ്ട് കേസെടുക്കണമെന്നല്ലേ കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ പറയുന്നത്. അതുപോലെ എന്തുകൊണ്ടാണ് മുകേഷിനെതിരെ അല്ലെങ്കിൽ ഗണേഷിനെതിരെ അല്ലെങ്കിൽ സുധീഷിനെതിരെ മറ്റു നടന്മാർക്ക് രഞ്ജിത്തിനെതിരെയൊക്കെ നടപടിയെടുക്കണമെന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ DYFIക്കാരും SFIക്കാരും ജനാധിപത്യ മഹിളാ അസോസിയേഷൻകാരും ഒന്നും ഇല്ലാത്തത്? കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് പറയാൻ പറ്റാത്തത്? അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത്, MP ഗോവിന്ദൻ പറയുന്നത്, ഇത് തീവ്ര വലതുപക്ഷ നിലപാടുകളെ മാധ്യമങ്ങളും പൊതുജനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു. തീവ്ര വലതുപക്ഷത്തെ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവരാണ്. ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രിയാണ് സംഘപരിവാർ നിലപാടിന് തുല്യമായിട്ട് ഇന്ത്യയുടെ ഭരണഘടന കുന്തവും കുടച്ചക്രമാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതേ ഭരണഘടന വീണ്ടും രണ്ടാമതും തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളത് മറ്റൊരു ദുര്യോഗം. അദ്ദേഹം തന്നെയാണ് സ്ത്രീ വിരുദ്ധതയ്ക്ക് അല്ലെങ്കിൽ ദളിത് വിരുദ്ധതയ്ക്ക്, ഫ്യൂഡൽ പൊളിറ്റിക്സിനൊക്കെ വലിയ എൻഡോഴ്സ്മെന്റ് കൊടുക്കുന്ന സിനിമകൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന രഞ്ജിത്തിനെ പോലുള്ള ആളുകളെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് വെച്ച് വാഴിച്ചിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തെയും എൻഡോഴ്സ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഇവർ ചെയ്യുന്ന പരിപാടിയുടെ പേരാണ് തീവ്ര വലതുപക്ഷ നിലപാട്. ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ രാജ്യത്തെ സംസ്ഥാനത്തെ പെൺകുട്ടികൾ പരാതിയുമായിട്ട് വരുമ്പോൾ അവരുടെ പരാതിക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് അതിന് ഈ പരാതിക്ക് കാരണക്കാരായിട്ടുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടിന്റെ പേരാണ് തീവ്ര വലതുപക്ഷ നിലപാട്. ഏകാധിപത്യ സ്വഭാവമാണ്. ഈ ശ്രീജേന്ദ്രൻ, സിനിമയിലെ സ്ത്രീകളുടെ അന്തസ്സ് കാക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. ജയേന്ദ്രൻ കട്ടായിരിക്കുന്നു. താങ്കൾ തുടർന്നോളൂ ജിൻഡോ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഈ സർക്കാർ മൂടി വെച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. കാരണം എന്താ വെച്ചാൽ ഈ 4.5 വർഷമായിട്ട് വായിക്കാൻ നേരമില്ലാത്ത മന്ത്രിമാരെയൊക്കെ ചുമക്കേണ്ട രാഷ്ട്രീയ ബാധ്യത നമ്മൾക്ക് എന്താ കേരളത്തിന്റെ സമൂഹത്തിനുണ്ടോ, സാംസ്കാരിക കേരളത്തിനുണ്ടോ? ഇവരിത് വായിക്കാതിരുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ PK ശ്രീമതിയും ബാലൻ സഖാവും അന്വേഷിച്ച PK ശശിയുടെ അന്വേഷണ റിപ്പോർട്ടാണെന്ന് ഓർത്തിട്ടാണ് ഇവര് തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് വിചാരിച്ചിട്ടാണോ ആ റിപ്പോർട്ടൊക്കെ മൂടി വെച്ചത്? അങ്ങനെയൊന്നും പാടില്ല. ഇവരുടെ പാർട്ടിക്കകത്തുള്ള പീഡനങ്ങൾ അന്വേഷിക്കുന്ന അതേ ലാഘവത്തോടെയാണ് സിനിമാ മേഖലയിലെ പെൺകുട്ടികൾ ഉന്നയിക്കുന്ന പരാതിയിൽ ഇവർ നടപടി സ്വീകരിക്കുന്നെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ലെന്നേ. ഒരു പരിഷ്കൃത സമൂഹത്തിന് അത് പറ്റില്ല. ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഞെട്ടുന്നു. ഫെഫ്ക 7-ാം ദിവസം ഞെട്ടുന്നു, അമ്മ 5-ാം ദിവസം ഞെട്ടുന്നു. കേരളത്തിലെ പൊതുസമൂഹമൊക്കെ ഇത് എല്ലാവർക്കും നേരത്തെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടുകേൾവികളൊക്കെയാണ്. അതിന്നൊരു റിപ്പോർട്ടായിട്ട് ആവിഷ്കരിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ കിട്ടുമ്പോൾ ഇവരങ്ങ് വെറുതെ അങ്ങ് ഞെട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നടപടി സ്വീകരിക്കണം. ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയോടുള്ള സുരേഷ് ഗോപി, അദ്ദേഹത്തിന് സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസ്ഥാനം വേണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. കേരളത്തിലെ പെൺകുട്ടികൾ, അദ്ദേഹം ജോലി ചെയ്യുന്ന മേഖലയിലുള്ള പെൺകുട്ടികളുടെ വിഷയത്തെക്കുറിച്ച് അഡ്രസ് ചെയ്യാൻ അദ്ദേഹം ഈ നിമിഷം വരെ തയ്യാറായിട്ടുണ്ടോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.